പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, PSC റെനൈസൻസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നവോത്ഥാന നായകന്മാരെ PSCയുടെ ട്രെൻഡിനനുസരിച്ച് PSC നിലവിൽ 2025 ചോദിക്കുന്നത് താഴെ പറയുന്ന സൂചനകൾ പ്രകാരമുള്ള നവോത്ഥാന നായകനെ തിരിച്ചറിയുക എന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് അത്തരത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, എന്താണ്, ആരാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുക? PSC റീസെൻ്റായി കുറേ തവണ ആവർത്തിച്ച ചോദ്യമാണ്, ആരാണ് ദർസാർ സാഹിബ്? നമുക്ക് പരിശോധിക്കാം. ദർസാർ സാഹിബ് എന്ന ജനങ്ങൾ ഈ നവോത്ഥാന നായകനെ വിശേഷിപ്പിച്ചു. അതിനുള്ള പ്രധാന കാരണം ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ കോഴിക്കോടുള്ള ജനങ്ങളെ പ്രബോധനം നൽകുവാനായിട്ട് അല്ലെങ്കിൽ അവരെ പുരോഗതിയിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നതുകൊണ്ടാണ്. ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അപ്പോൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവുമല്ലോ. ഇദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂളാണ് ചാന്ദ് വർക്കർ എലമെന്ററി സ്കൂൾ. എന്താണ് ചാന്ദ് വർക്കർ എലമെന്ററി സ്കൂൾ? ഈ ചാന്ദ് വർക്കർ എലമെന്ററി സ്കൂൾ ആരംഭിച്ച് കോഴിക്കോട്, കണ്ണൂർ മേഖലയിലെ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന് 1917 ഒരു ടൈറ്റിൽ നൽകി. ആ ടൈറ്റിലാണ് റാവു സാഹിബ്. അപ്പൊ ജനങ്ങള് ഈ നവോത്ഥാന നായകനെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ദർസാർ സാഹിബ് എന്നായിരുന്നു. എന്തുകൊണ്ട്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കോഴിക്കോട്, കണ്ണൂർ മേഖലയിൽ പ്രചരിപ്പിച്ചതുകൊണ്ട്. അതേസമയം ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയതിനെ തുടർന്ന് ആദരസൂചകമായി ഇദ്ദേഹത്തിന് 1917 ഒരു ടൈറ്റിൽ നൽകി, ഒരു സ്ഥാനപ്പേര് നൽകി. ആ സ്ഥാനപ്പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുക? റാവു സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുക. രണ്ടും PSCയുടെ ചോദ്യമാണ് അല്ലെ. ഈ നവോത്ഥാന നായകന്റെ പേരാണ് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണെങ്കിലും അദ്ദേഹം പൂർണ്ണമായി പ്രവർത്തിച്ചിരുന്നത് എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാറാം മോഹൻ റോയിയെ കുറിച്ചും അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളെക്കുറിച്ചും പ്രവർത്തിച്ച കാര്യവും ഇദ്ദേഹം പഠിക്കാനിടയായി. അതേ മാതൃക പിൻചെന്നുകൊണ്ട്, അതായത് രാജാറാം മോഹൻ റോയിയുടെ മാതൃകയിൽ കേരളത്തിൽ നവീകരണം കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യമുണ്ടായി. അങ്ങനെ ബ്രഹ്മസമാജത്തിന്റെ കേരള ഘടകം അയ്യത്താൻ ഗോപാലൻ ആരംഭിക്കുകയാണ് 1898 കോഴിക്കോട്. അപ്പോൾ ബ്രഹ്മസമാജത്തിന്റെ കേരള ഘടകം ആരംഭിച്ചാലാണ് അയ്യത്താൻ ഗോപാലനാണ് അല്ലെ. ഏത് വർഷം ആരംഭിച്ചേ? 1898 എവിടെയാണ് ആരംഭിക്കുക? കോഴിക്കോട്. ഇനി ശ്രദ്ധിക്കുക, ഈ ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്താണ്? രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്താണ്? ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മലബാർ മേഖലയിൽ അയ്യത്താൻ ഗോപാലൻ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പഠിപ്പിക്കുക എന്നൊരു ആശയം മെച്ചമായി തോന്നിയില്ല അദ്ദേഹത്തിന്. അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ഒരു മാസിക ആരംഭിച്ചു. ഉദ്ദേശം ഇതാണ്, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക എന്ന ആശയത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു മാസിക ആരംഭിക്കുന്നത്. ഈ മാസികയുടെ പേര് എന്താണ്? സുഗുണവർദ്ധിനി എന്നായിരുന്നു. സുഗുണവർദ്ധിനി എന്ന മാസികയിലൂടെ ഇദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രവൃത്തിയെ പൊതുവായി നമുക്ക് എന്തെന്ന് വിളിക്കാം? ആശയപ്രചരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസ്ഥാനം അല്ലെ. സ്വദേശി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സ്വദേശി പ്രസ്ഥാനം, അലിഗഡ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് അലിഗഡ് പ്രസ്ഥാനം, സ്വരാജ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സ്വരാജ് പ്രസ്ഥാനം. ശരിയല്ലേ? അപ്പൊ പ്രസ്ഥാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആശയപ്രചരണമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ മൂവ്മെന്റ് എന്ന് വിളിക്കും അല്ലെ. മൂവ്മെന്റ് എന്നതിന്റെ മലയാളമാണ് പ്രസ്ഥാനം എന്ന് പറയുക. അപ്പൊ സ്വദേശി പ്രസ്ഥാനം അത് സംഘടനയല്ല, മറിച്ച് ആശയപ്രചരണമാണ്. അപ്പൊ സുഗുണവർദ്ധിനി എന്ന മാസികയിലൂടെ ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ പൊതുവായി നമ്മൾ എന്തെന്ന് വിളിച്ചു? സുഗുണവർദ്ധിനി പ്രസ്ഥാനം എന്ന് വിളിച്ചു. അപ്പൊ സുഗുണവർദ്ധിനി പ്രസ്ഥാനം ആരംഭിക്കുന്നത്, അഥവാ സുഗുണവർദ്ധിനി എന്ന മാസിക ആരംഭിക്കുന്നത് എന്നായിരുന്നു? 1900 ഓക്കെ. അപ്പോ അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി. ബ്രഹ്മസമാജത്തിന്റെ കേരള ഘടകം ആരംഭിച്ചത് 1898 കോഴിക്കോടാണ്. ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സുഗുണവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത്, അഥവാ സുഗുണവർദ്ധിനി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നായിരുന്നു? 1900. വീണ്ടും ഇദ്ദേഹം ചാന്ദ് വർക്കർ എലിമെന്ററി സ്കൂൾ ആരംഭിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഇദ്ദേഹത്തെ ദർസാർ സാഹിബ് എന്നും ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന് 1917 നൽകിയ സ്ഥാനപ്പേര് എന്തായിരുന്നു? റാവു സാഹിബ് എന്നുമായിരുന്നു. ശരിയല്ലേ?
ഇനി അവസാനമായിട്ട് ഒരു 3 പോയിന്റ് കൂടി. ഈ ബ്രഹ്മസമാജത്തിൽ ഇദ്ദേഹവുമായി സഹകരിച്ച 2 വ്യക്തികളുണ്ട്. ഒന്ന് ഒരു സാഹിത്യകാരനാണ്, ഒന്ന് ഒരു നവോത്ഥാന നായകൻ. ബ്രഹ്മസമാജവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന കാരാട്ട് ഗോവിന്ദൻകുട്ടി അഥവാ ബ്രഹ്മാനന്ദ ശിവയോഗി, കാരാട്ട് ഗോവിന്ദൻകുട്ടി അഥവാ ബ്രഹ്മാനന്ദ ശിവയോഗിയെ അയ്യത്താൻ ഗോപാലൻ വിശേഷിപ്പിച്ചത് ബ്രഹ്മസ്വാമി എന്നായിരുന്നു. സാഹിത്യകാരനായ പി കുഞ്ഞിരാമൻ നായരല്ല, പി കുഞ്ഞിരാമനെ ഇദ്ദേഹം ബ്രഹ്മവാദി എന്ന് വിശേഷിപ്പിച്ചു. അത് ബ്രഹ്മസമാജത്തിന് വേണ്ടി ഒത്തിരി സംഭാവനകൾ നൽകിയ 2 വ്യക്തിത്വങ്ങളാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അഥവാ കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ, 2 പി കുഞ്ഞിരാമൻ. ബ്രഹ്മസമാജത്തിന് വേണ്ടി സംഭാവന നൽകിയത് കൊണ്ട് അയ്യത്താൻ ഗോപാലൻ കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോനെ അഥവാ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ബ്രഹ്മസ്വാമി എന്ന് വിശേഷിപ്പിച്ചു. കൂടാതെ പി കുഞ്ഞിരാമനെ ബ്രഹ്മവാദി എന്നും വിശേഷിപ്പിച്ചു. റീസെന്റ് ചോദിച്ചിട്ടുണ്ട്, ബ്രഹ്മവാദി എന്നറിയപ്പെട്ടത് ആരായിരുന്നു? പി കുഞ്ഞിരാമനായിരുന്നു. മനസ്സിലായോ? ബ്രഹ്മസ്വാമി എന്നറിയപ്പെട്ടത് ആരാണ്? കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ അഥവാ ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ഇനി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അയ്യത്താൻ ഗോപാലൻ ഒരു സംഘടന ആരംഭിച്ചു. ആ സംഘടനയുടെ പേരാണ് ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ. ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ ആരംഭിച്ചത് 1909 ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ ആരംഭിച്ചത് 1909. എന്നാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാൽ ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ, ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലൻ. ഇത്രയേ ഉള്ളൂ അയ്യത്താൻ ഗോപാലൻ. ഒന്നുകൂടെ നമ്മൾ ഒരു 7 മിനിറ്റിനുള്ളിൽ നമ്മൾ പഠിച്ചു തീർന്നു അല്ലേ? യെസ്, അയ്യത്താൻ ഗോപാലൻ പൂർണ്ണമായിട്ട് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് റിവിഷൻ ചെയ്ത ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറയുക? അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് തലശ്ശേരി, കണ്ണൂർ. കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ ഘടകം ആരംഭിച്ചു 1892 കോഴിക്കോട്. ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു മാസിക ആരംഭിച്ചു, സുഗുണവർത്തിനി അഥവാ ഇത് സുഗുണവർത്തിനി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു 1900. ഇദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂൾ ചാന്ദവർക്കർ എലമെന്ററി സ്കൂൾ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ജനങ്ങളെ സ്നേഹപൂർവ്വം ആദരവോടുകൂടി ദർസാർ സാഹിബ് എന്ന് വിളിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന് 1917 ഒരു സ്ഥാനപ്പേര് നൽകി, റാവു സാഹിബ്. ഇദ്ദേഹം അധസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന ആരംഭിച്ചു. ഏതാണ്? ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ. ഏത് വർഷം? 1909 തീർന്നു. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കും. കാരണം PSC റീസെൻ്റായി ഒരുപാട് തവണ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു. വീണ്ടും ചോദിച്ചാൽ നമുക്ക് മാർക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ബൈ ബൈ.